ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ബിരിയാണിയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മസാലക്കൂട്ട് പെട്ടെന്ന് തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. 2 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഓയിൽ ആണെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാതെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എല്ലാ മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കാതെ മസാലക്കൂട്ട് തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഈ ഒരു അധികം ലൂസും അല്ല അധികം തിക്കും അല്ല എന്ന രീതിയിൽ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുന്ന രീതിയിൽ കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി മിക്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു മാക്സിമം 1 മണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ടൈം ഇല്ലാത്തവരാണെങ്കിൽ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മസാല പെരക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പിടിക്കും. ഇതൊരു 5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരു 3 ചെറിയ മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് 3, ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു 5-8 എണ്ണം. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-8 എണ്ണം മതി. ഇപ്പം ഞാൻ ചെറുതായതുകൊണ്ട് കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ നമ്മൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അരി എടുക്കുന്ന ആ പാത്രത്തിൻ്റെ അളവൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ബിരിയാണി മസാല കൊണ്ട് നമുക്കൊരു പാക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിലുള്ള എല്ലാ സാധനങ്ങളും, ഇത് പ്രത്യേകം പറയണ്ടല്ലോ, പട്ട, ഏലക്ക ഒക്കെയുള്ള ആ ഒരു പാക്ക് അത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴുകാൻ മുമ്പിൽ അരിയുടെ അളവൊന്ന് പാത്രത്തിൽ എത്രയുണ്ടോ നോക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഒരു പുളിനാരങ്ങയുടെ ഒരു 1/2 ഭാഗം പിഴിഞ്ഞെടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. അരി പരസ്പരം പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ അരി അളന്നത്. അപ്പോൾ അതേ അളവിൽ, അരി എടുത്ത അളവിൽ ആദ്യം വെള്ളം എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒഴിക്കുക കേട്ടോ. വീണ്ടും നമ്മൾ അതേ പാത്രത്തിന്റെ അതേ അളവിന്റെ നേരെ പകുതി, നേരത്തെ എത്രയാണോ വെള്ളം എടുത്തത് അതിന്റെ നേരെ പകുതി എടുക്കുക കേട്ടോ. ആദ്യം അതേ അളവിൽ എടുക്കുക, രണ്ടാമത് എടുക്കുമ്പോൾ അതിന്റെ നേരെ പകുതിയായിട്ട് എടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് വിസിലിടാതെ വേവിക്കുക കേട്ടോ. ഞാൻ വിസിലിടാതെയാണ് വേവിക്കുന്നത്. അത് ഓരോ അരിയുടെ വേവിനനുസരിച്ചിട്ടായിരിക്കും. അപ്പം ഈ നമ്മുടെ എന്താ പറയുക, വിസിൽ ഊരുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കുമ്പള പോലെ ആയിട്ട് വരും വെന്ത് തുടങ്ങുമ്പോൾ. പിന്നെ അതിലൂടെ കുറച്ച് ഇങ്ങനെ വരുമല്ലോ, ആവി ഇങ്ങനെ വരും. അപ്പം നമുക്ക് തുറന്ന് നോക്കാം അത് ഏകദേശം വെന്തിട്ടുണ്ടോ. കുറച്ചുകൂടെ വേവാനുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇനി നമ്മളൊരു വലിയൊരു പാത്രം എടുക്കുക. വായുവട്ടുള്ള പാത്രം എടുക്കുന്നതായിരിക്കും ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. അതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ആദ്യം തന്നെ വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. ഈ കുറച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കോരി വയ്ക്കാം. എല്ലാം നല്ല ബബിൾസ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇച്ചിരി ഉള്ളി മൂപ്പിച്ചെടുക്കണം. നമ്മൾ നല്ല ഗോൾഡൻ കളറാക്കി ഡെക്കറേറ്റ് ചെയ്യാനും ചെയ്യണ്ടേ. അപ്പം അതിന് കുറച്ചൊരു ഉള്ളി ആദ്യം തന്നെ നമ്മൾ ഒന്ന് വാട്ടിയെടുത്തിട്ട് വേറെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി ലേശം ഉപ്പിട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അത് നമ്മുടെ ഉള്ളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് എണ്ണ ഇങ്ങനെ കോരി വെച്ചിട്ട് എടുക്കുക കേട്ടോ. മാക്സിമം എണ്ണ കോരി എടുക്കാൻ നോക്കുക.
നമ്മളിനി അതിലേക്ക് ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ മസാല പെരക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചിക്കൻ നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉൾവശമൊന്നും വേവാതെ പുറത്ത് മാത്രം ഇങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ടിരിക്കും. അപ്പം നമുക്ക് ഉൾവശം ഒരു വേവാതെ പോലെ ഇരിക്കും. അപ്പം തീ കുറച്ചിട്ട് അതൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പം നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് എണ്ണയിൽ കുറച്ചായിട്ട് ഇട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് എല്ലാം ഒരുമിച്ചിട്ട് ചെയ്യരുത്, അപ്പം ഒത്തിരി എണ്ണ വേസ്റ്റ് ആവും. അത് മാത്രമല്ല ബിരിയാണിയിൽ ഒത്തിരി എണ്ണയാകുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര എണ്ണ മെഴുക്ക് പോലെ ഉണ്ടാവും, വേഗം മടുക്കും. നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ബിരിയാണിയുടെ ആ ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതിനായിട്ട് വീണ്ടും നമ്മൾ വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതുകൂടി നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും കൂടി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കണം. എല്ലാം ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കണ്ടില്ലേ നല്ല ഫ്രൈ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതേ എണ്ണയിൽ തന്നെ നമ്മൾ ആ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിന്നെ അതൊന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് വാടിക്കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളി നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് അതിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഉള്ളിയും തക്കാളിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഉടയുന്ന ആ ഒരു എത്തുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉള്ളിയും തക്കാളിയും ഇപ്പം ചേർത്തിട്ടുള്ള ആ ഒരു മിക്സൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വരയ്ക്കൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, അതിൽ നമ്മുടെ ആ ഒരു മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി അതിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല, കാരണം ചിക്കനിൽ നല്ല മസാല ഉണ്ട്. ആ മസാല ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിയൊക്കെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും കേട്ടോ. ഇനി നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മസാല നമ്മൾ ഇതിലേക്ക് പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര മസാല കുത്തുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഈ ചിക്കനിൽ ചേർക്കുന്ന മസാല തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കുറച്ച് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ ബിരിയാണീൻ്റെ ആ ഒരു റൈസിൻ്റെ കൂട്ട് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ആദ്യം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഈ അടിഭാഗത്ത് നന്നായിട്ട് ചിക്കൻ്റെ ആ ഒരു മിക്സ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ചോറ് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറ് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്, തമ്മിൽ പറ്റി പിടിക്കുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഗോൾഡൻ കളറാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടി മുന്തിരി ആക്കി വെച്ചിട്ടുള്ള അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ മസാല വീണ്ടും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് സൈഡ് ഭാഗത്തും സെൻറ്ററിലൊക്കെ ആയിട്ട് കഷ്ണങ്ങൾ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർ ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് പറയുമ്പം ഓരോ തരത്തിലായിരിക്കും അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ഉണ്ടാക്കുക. ഓരോ ബിരിയാണി സ്പെഷ്യലാണ്, ഓരോ ബിരിയാണിക്കും വേറെ ടേസ്റ്റാണ്. അപ്പം എല്ലാ രീതിയിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചില ആൾക്കാർ ഫ്രൈ ചെയ്യാതെ ചിക്കൻ ബിരിയാണി വെക്കുന്ന ആൾക്കാരുണ്ട്, ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നവരുണ്ട്, ദമ്മ് ബിരിയാണി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഓരോ ബിരിയാണിയും ഓരോ ടേസ്റ്റാണ് നമുക്ക്. അപ്പം നമുക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നമ്മൾ ഓരോ തരത്തിലും ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം എല്ലാ രീതിയിലും ബിരിയാണി ഉണ്ടാക്കി നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ ആ ഒരു കൂട്ടൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഉള്ളി വാരി വെതറാണ്.
ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ വീണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതലാക്കിയിട്ട് ഇടുക കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബിരിയാണി നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.